ഹലോ എവ്രി വൺ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ആരി വിത്ത് ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബീഡ്സ് ഉപയോഗിച്ച് എങ്ങനെ ആരി വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ബേസിക് ചെയിൻ പറഞ്ഞു, എൻഡ് നോട്ട് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ആരി വിത്ത് ബീഡ്സ് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഫ്രെയിം വെക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയ ഫ്രെയിം ചെറിയ റൗണ്ടിൽ മുകളിൽ ക്ലോത്ത് പോപ്ലിൻ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷേ നമുക്ക് ബീഡ്സ് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ചെറിയ റിങ് മുകളിൽ ചെറിയ റിങ്ങിൻ്റെ അടിയിൽ ക്ലോത്ത് വെച്ചിട്ട് അത് ഫ്രെയിം കണക്ട് ചെയ്യും. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബീഡ്സ് വിതറി ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ ബീഡ്സ് പുറത്തെവിടെയും പോവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബീഡ്സ് വെച്ച് നിറയെ ബീഡ്സ് ഇട്ട് നമുക്ക് ഈസി ആയിട്ട് ബീഡ്സ് ഇടയ്ക്കിടയ്ക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ച് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാനിങ്ങനെ. അപ്പോൾ ഞാനിവിടെ നോട്ടിട്ടു. ഫസ്റ്റ് നോട്ടിട്ടതിന് ശേഷം നമുക്ക് ബീഡ്സ് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ബീഡ്സ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ നമുക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ബീഡ്സ് എവിടെയും പോകുകയില്ല, എവിടെയും വീണ് പോവുകയില്ല, നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് പിന്നെ ഒരു കാര്യം, നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഈ നീഡിൽ ഇതാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നീഡിൽ നോർമൽ 14.0.5 mm ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേറൊരു വുഡ് നീഡിൽ എന്ന് പറഞ്ഞിട്ടൊരു നീഡിൽ കൂടി ഉണ്ട്. ആ വുഡ് നീഡിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആ വുഡ് നീഡിൽ കുറേ ബീഡ്സ് ഒരുമിച്ച് അതിലേക്ക് വെച്ച് നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതല്ലാതെ നമുക്ക് വേറെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ ഫസ്റ്റ് നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാമല്ലോ. വുഡ് നീഡിൽ കുറേ പ്രാക്ടീസ് വേണം, എന്നാലേ വുഡ് നീഡിൽ നമ്മളെ കയ്യിൽ ഇതായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അത് ഇങ്ങനെ വളഞ്ഞ് പോകും. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈ നീഡിൽ തന്നെ യൂസ് ചെയ്യാം, നീഡിൽ തന്നെ യൂസ് ചെയ്യാം. എന്നതിന് ശേഷം കുറച്ച് അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് വേറെ ക്ലോത്തിൽ വെച്ച് നമുക്ക് വുഡ് നീഡിൽ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാം. അപ്പോൾ ഇതാണ് വുഡ് നീഡിൽ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് കുറേ ബീഡ്സ് വെച്ച് ടൈം ലാഭിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ബീഡ്സ് വെച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നീഡിൽ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വുഡ് നീഡിൽ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, നമുക്കിങ്ങനെ കുറേ മുത്ത് നമുക്കിതിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മുത്തെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എന്താ ചെയ്യുക, ഈ വുഡ് നീഡിൽ നല്ല പ്രാക്ടീസ് വേണം. ഫസ്റ്റ് ടൈമിൽ നമുക്ക് ആവുകയില്ല. കുറേ നല്ല റിസ്ക് ഉണ്ട് ഈ വുഡ് നീഡിൽ നമുക്ക് പ്രാക്ടീസായിട്ട് വരാൻ. ഞാൻ തന്നെ എത്രയോ മണിക്കൂർ എടുത്തിട്ടാണ് എനിക്ക് തന്നെ ഇത് ലെവലായി വന്നത്. എന്നാലും ഇത് അവിടെ ഇവിടെയും ഇങ്ങനെ നൂലിനൊക്കെ കുടുങ്ങിപ്പോവുകയും അങ്ങനെയൊക്കെ സംഭവിക്കും. നമുക്ക് വർക്ക് ഈസി ആക്കണമെങ്കിൽ നിങ്ങൾ വുഡ് നീഡിൽ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. വേറെ ഒരു സെപ്പറേറ്റ് ക്ലോത്ത് എടുത്ത് അതിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നല്ലോണം ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കത് കയ്യിൽ വഴങ്ങിയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വുഡ് നീഡിൽ ഉപയോഗിച്ച് ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കും, അതിൽ ബീഡ്സ് ഇടും, പിന്നെയും ചെയിൻ എടുക്കും, പിന്നെയും ലോക്ക് എടുക്കും, അടുത്ത ബീഡ്സ് എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിത്ത് ബീഡ്സ് വർക്ക്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബേസിക് ചെയിൻ സ്റ്റിച്ചും എൻഡ് നോട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏത് വർക്കും അത്യാവശ്യം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നീഡിൽ യൂസ് ചെയ്ത് പ്രാക്ടീസ് വേണം, എന്നാലേ നമുക്ക് കുറച്ച്
അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ഈ ചെയ്യാൻ മോട്ടിഫിൽ പറ്റും. ഇങ്ങനെ സൈഡിൽ ചെയ്ത് വെച്ച മോട്ടിഫ് ഉണ്ടല്ലോ, അതിൽ ഈ ബീഡ്സ് ഇപ്പോൾ ചെയ്ത പോലെ മോട്ടിഫിൽ നമുക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ പരമാവധി വുഡ് നീഡിൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട വർക്കൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്ത് ശീലിക്കാൻ പറ്റും. അപ്പോൾ ഈ മോട്ടിഫിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ എല്ലാം ബേസിക്കായിട്ടാണ് പറയുന്നത്, എല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ തുടങ്ങിയാലേ നമുക്ക് ഇൻട്രസ്റ്റ് കൂടി വരുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞ് ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അങ്ങനെ തുടങ്ങിയാലേ ഇതേപോലെ കുറച്ചായി പ്രാക്ടീസ് ചെയ്ത് ഫാസ്റ്റായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫാസ്റ്റായി പോകാം. പിന്നെ നമുക്ക് ഈ സംഭവങ്ങൾ നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് നമ്മളെ കൈ വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണ്ടിക്കലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അല്ലാതെ ഇപ്പോഴേ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ബേസിക് ചെയ്യാനൊന്നും ശരിയാവാതെ അങ്ങോട്ടേക്ക് നീങ്ങി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തായാലും കുഴപ്പമില്ല, ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ. നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നെക്സ്റ്റ് വീഡിയോ നമുക്ക്